ചെറിയ സിറ്റികളിൽ പോലും എയർപോർട്ട്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ വലിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ബൈ 2035 ഇവിടെ ഒരു 350ഓളം എയർപോർട്ട്സ് വരണം എന്നാണ് ഇന്ത്യയിൽ മൊത്തം. ഇപ്പോൾ ഉള്ള നമ്പർ ഓൾമോസ്റ്റ് ഡബിൾ ആക്കുന്ന രീതിയിൽ ചെയ്യണം. അതിനുള്ള ലാൻഡ് ഒക്കസേഷൻ കഴിഞ്ഞ് പലയിടത്തും എയർപോർട്ട്സ് തുടങ്ങി. എയർപോർട്ട് എന്ന് പറയുമ്പോൾ എയർപോർട്ട് മാത്രമല്ലല്ലോ, അവിടെ ഫ്ലൈറ്റ്സിന്റെ എണ്ണം കൂടി, എയർലൈൻസിന്റെ എണ്ണം കൂടി, പാസഞ്ചേഴ്സിന്റെ എണ്ണം കൂടി. ഒരു ശരാശരി ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ, അതായത് ഒരു പോയിന്റ് എ ടു പോയിന്റ് ബി ഡൊമസ്റ്റിക് യാത്ര ചെയ്യാൻ ഒരു ആവറേജ് ഒരു 40 ട്രെയിൻഡ് എക്യുപ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, ഒരു ബിസി ആയിട്ടുള്ള ഒരു എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റിൽ 40 പേരുണ്ടെങ്കിൽ ഇതുപോലെ എയർപോർട്ട്സിന്റെ എണ്ണം തന്നെ കൂടി കഴിഞ്ഞാൽ എന്തോരം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമുക്ക് മിനിഞ്ഞാന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഛത്രപതി മുംബൈ എയർപോർട്ടിലേക്ക്, ടെർമിനൽ 2ലേക്ക് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി ഒരു 50 പേരുടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 36 പേര് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പോയി. അപ്പോൾ അതിന്റെ ഗ്രോത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ.